ഭൂമി കണ്ടെത്തണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ പുള്ളിക്കാരുടെ കുടുംബത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും. ഹലോ ഗൈസ്, തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞതായിരുന്നു. അഫാനെ അറസ്റ്റ് ചെയ്തതും അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് അഫാൻ്റെ അമ്മയായ ഷെമി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി അവരൊരു ഷെൽട്ടർ ഹോമിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ അഫാൻ്റെ പിതാവും ആ പഴയ വീട്ടിൽ പോകാൻ സാധിക്കാതെ അവർ ഒരു വീടില്ലാത്ത രീതിയിൽ, അവരുടെ ബന്ധുക്കളൊന്നും വീട്ടിൽ കയറ്റുന്നില്ല, വീടില്ലാത്ത രീതിയിൽ അവർ ഷെൽട്ടർ ഹോമിലും മറ്റുമായിട്ടാണ് അഫാൻ്റെ പിതാവും മാതാവും കഴിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് ന്യൂസിലൂടെ കണ്ട ഒരു വാർത്തയായിരുന്നു. അഫാൻ്റെ പിതാവിനും മാതാവിനും ഷെമിക്കുമായിട്ട് ഒരു പ്രമുഖ ന്യൂസ് ചാനൽ വീട് വെച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരുടെ കമൻറ്റ് ബോക്സാണ് എടുത്ത് നോക്കിയത്. അപ്പം അതിൽ ജനങ്ങൾ അതിനെതിരായിട്ട്, എനിക്ക് ആദ്യം വന്ന തോട്ട് തന്നെയാണ് അതിൽ പലർക്കും വന്നിരിക്കുന്നത്. അപ്പം ജനങ്ങളെല്ലാവരും തന്നെ അതിനെതിരായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. തെളിവെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. തെളിവെടുപ്പ് നടന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ കേസിൻ്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരാനുണ്ട്. കാരണം ഈ കേസിൽ ആകെയുള്ള ഒരു ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഈ ഷെമിയാണ്, അതായത് അഫാൻ്റെ മാതാവാണ് ദൃക്സാക്ഷി എന്ന് പറയുന്നത്. അഫാൻ കൊലപാതകം നടത്താൻ ശ്രമത്തിൽ ആദ്യം അടിച്ചതും വീഴ്ത്തിയതും ഈ അമ്മയായ ഷെമീനെയായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ മാതാവിനെയും അച്ഛൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യനെയും പിന്നീട് അനിയനെയും ഗേൾ ഫ്രണ്ടിനെയും കൊന്നതിന് ശേഷം വീണ്ടും ഷെമിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ വീണ്ടും അടിച്ച് വീഴ്ത്തിയിട്ടാണ് അഫാൻ കുളിച്ച് കുട്ടപ്പനായിട്ട് ജയിലിലൊക്കെ പോയി കീഴടങ്ങിയതെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പം ഇതെല്ലാം അഫാൻ സമ്മതിച്ചിട്ടുമുണ്ട്. ഇതുവരെ ഇപ്പോൾ തെളിവെടുപ്പിന് ആൾ എവിടെ നിന്ന് ചുറ്റിക മേടിച്ചതും അത് കൊണ്ടുപോയതും എങ്ങനെ കൊന്നെന്നുള്ള രീതിയൊക്കെ ആൾ എക്സ്പ്ലെയിൻ ചെയ്തിപ്പം ഒരു കൂസലും ഇല്ലാതെ പോലീസുകാരുടെ കൂടെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഷെമിയുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ എങ്ങനെയൊക്കെയോ എന്തോ ഭാഗ്യം കൊണ്ട് ആൾ രക്ഷപ്പെട്ടു. ആൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ബോധം എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ആൾ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ പോകാൻ സാഹചര്യത്തിലാണ്. അവർക്ക് വീട്ടിൽ പോകാൻ സാധിക്കാതെ ബന്ധുക്കളൊന്നും കയറ്റാത്ത രീതിയിലും പിന്നെ അവരുടെ പഴയ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ് ഇവർ ഷെൽട്ടർ ഹോമിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വീടില്ലാതെ നിൽക്കുന്ന ഇവർക്കാണ് പ്രമുഖമായ ഒരു ന്യൂസ് ചാനൽ ഇപ്പോൾ വീട് വെച്ചു കൊടുക്കുക എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ ന്യൂസ് ചാനലിലൂടെ തന്നെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അപ്പം എനിക്കത് കണ്ടിട്ട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് സന്ദേശമാണ് ഈ ന്യൂസ് ചാനൽ ഇതിലൂടെ കൊടുക്കാൻ നിൽക്കുന്നത്? കാരണം ഇത് വീടില്ലാത്തവരോ അല്ലെങ്കിൽ അസുഖം ബാധിച്ച് വീട്ടില്ലാതെ കഴിയുന്നവരോ ഒന്നുമല്ല. ഇവർക്ക് നല്ല വീടുണ്ടായിരുന്നു, നല്ല സാമ്പത്തികം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. ഇവരുടെ മകൻ ഇത്രയും പേരെ കൊലപാതകം ചെയ്ത് ജയിലിൽ കഴിയുന്നതാണ്. അതുകൊണ്ട് കടം കയറി ഇവർ ഇങ്ങനെ വഴിയിലായതാണ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമുക്കതിൽ ഈ അഫാൻ്റെ പിതാവിനെ കണ്ട വളരെ സങ്കടം തോന്നും. കാരണം ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ആൾ പുറത്ത് കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ വീടുണ്ടാക്കിയതും പൈസ ഉണ്ടാക്കിയതും ഒക്കെ. പക്ഷേ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ അഫാൻ്റെ പിതാവിന് ഈ കഥകൾ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. അപ്പം നാട്ടിലുണ്ടായിരുന്ന അഫാനും അഫാൻ്റെ മാതാവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഇത്രയും കടം ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പം ഇപ്പോഴും ഈ ഷെമി എന്ന് പറയുന്ന അഫാൻ്റെ മാതാവ് ഈ അഫാനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഈ അടുത്തെങ്ങും പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഈ ഷെമി അഫാനും ഒക്കെ. അപ്പോൾ ഷെമീനെ വരെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഷെമി അതിനൊരു ഉത്തരമോ അല്ലെങ്കിൽ അഫാനാണത് ചെയ്തതെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. കട്ടലിൽ നിന്ന് വീണതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് പോലീസ് ചോദിച്ചിട്ട് അത് തന്നെയാണ് ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ന്യൂസ് ചാനലിൽ വീട് വെച്ച് കൊടുക്കുക എന്ന വാർത്തയുമായിട്ട് ഷെമീനെ കാണുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്, എൻ്റെ ഇളയ മോൻ പോയി, എൻ്റെ മൂത്ത മോനെങ്കിലും എനിക്ക് വിട്ടു തരണം, അവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്ത് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ആദ്യം നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത് ഈ അമ്മയ്ക്ക് ഈ അടിയുടെ ആഘാതത്തിലെല്ലാം ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യമാണ്. പക്ഷെ അതിനുള്ള ഉത്തരവും ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മീൻസ് അന്ന് രാവിലെ നടന്നതും അന്ന് മറ്റേ ഇളയ മകനെ സ്കൂളിൽ വിട്ടതും എല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത്, കട്ടലിൽ നിന്ന് വീണാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തോന്നുന്ന സംശയം ഷെമി മനഃപൂർവ്വം മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഒരു അമ്മയ്ക്കും മകനോടുള്ള സ്നേഹമാണോ, അതെയോ ആ അമ്മയ്ക്ക് സംഭവിച്ച അടിയുടെ ആഘാതത്തിലുണ്ടായ മറവിയാണോ?
അതോ എന്തെങ്കിലും കുറ്റകൃത്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ നടന്നിട്ടുള്ള കാര്യം മറച്ചു വെക്കാനുള്ള ശ്രമമാണോ? ഇതാണ് വ്യക്തത വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ആക്ച്വലി നമുക്ക് ഷെമിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ തോന്നും. പക്ഷേ ഇപ്പോഴും തെളിയാത്തൊരു കേസാണ്. അതായത് തെളിയാൻ മീൻസ് ഇതിനൊരു കംപ്ലീറ്റ് ആയിട്ടൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു വിധിയോ ഒന്നും വന്നിട്ടില്ല. തെളിവെടുപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. അഫാൻ്റെ പിതാവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ആക്ച്വലി പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു വിവരം അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിവുള്ളതായിരിക്കണമെന്നില്ല. അപ്പം ഈ സത്യാവസ്ഥ പുറത്ത് വരണമെങ്കിൽ അതിന് ടൈം എടുക്കും. ഇനി ആ കേസ് തെളിഞ്ഞ് വരാനുള്ള ടൈം എടുക്കും. അതിന് മുന്നേ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ന്യൂസ് ചാനൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊരു തീരുമാനത്തിലോട്ട് പോയത് എന്ത് സന്ദേശം, വളരെ റോങ് ആയിട്ടുള്ള ഒരു സന്ദേശമായിരിക്കാം നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കാരണം ഒരു കൊലപാതകിയുടെ പിതാവിനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു കൊലപാതകിക്കാണ് ആ വീട് ആക്ച്വലി പോകുന്നത്. ഇപ്പോൾ അഫാൻ ഈ കേസിൽ നിന്ന് തന്നെ ഇപ്പോൾ അഫാൻ്റെ മാതാവ് ഈ കേസിൽ എന്തായാലും അഫാനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏക ദൃക്സാക്ഷി തന്നെ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ കേസ് എത്രമാത്രം തെളിയിക്കപ്പെടും അല്ലെങ്കിൽ എത്രമാത്രം വ്യക്തതയോടെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ അഫാൻ എന്ന് പറയുന്ന ആൾ അത്രയും പ്ലാൻ ചെയ്താണ് ആ കൊലപാതകങ്ങൾ നടത്തിയത്. അപ്പോൾ നാളെ പോലീസ് ചോദ്യം ചെയ്തതിൽ മർദ്ദിച്ച് സമ്മതിപ്പിച്ചതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോടതിയിൽ ആൾ പറയൂ, അല്ലെങ്കിൽ ഈ കേസ് ഞാനല്ല ചെയ്തതെന്നൊരു വാദം വന്നു കഴിഞ്ഞാൽ പോലീസ് കൊടുക്കും. കാരണം വ്യക്തമായ തെളിവുകൾ കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നതേ ഉള്ളൂ. അതും തെളിവ് ദൃക്സാക്ഷിയായിട്ടുള്ള ആളും ഈ പറഞ്ഞ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഫാന് വലിയ രീതിയിലുള്ള ശിക്ഷകൾ കിട്ടാതെ തന്നെ ആൾ ഇറങ്ങിപ്പോരാനുള്ളൊരു സാധ്യത, ഒരു പോസിബിലിറ്റി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ നാളെ അഫാന് സുഖമായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം കിടക്കാനുള്ളൊരു വീടുമായി. കാരണം ഈ അമ്മ ആ മകനെ കാത്തായിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വീടായി. ഒരു നമ്മളെ ജനം നമ്മളിത്രയും ക്രൂരത കണ്ടിട്ട് അങ്ങനെയുള്ളവർക്ക് കിട്ടിയൊരു നല്ലൊരു കാര്യമായിട്ടാണ്. അവർക്കൊരു വീട് കിട്ടി, സൂപ്പറായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു, അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു സന്ദേശം റോങ് ആയിട്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു സന്ദേശം തന്നെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്കിതിനോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ചാനൽ ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും വീഡിയോ വെച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ആർക്ക് വെക്കണം എന്ത് വെക്കണം എന്നുള്ളതും അവരുടെ തീരുമാനമാണ്. കാരണം അവരായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അവർ ആർക്ക് കൊടുക്കണം എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്, കംപ്ലീറ്റ്ലി ഇതേ ഡിസിഷനാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്കതൊരു നല്ലൊരു സന്ദേശമായിട്ടോ നല്ലൊരു കാര്യമായിട്ടോ തോന്നുന്നില്ല. കാരണം ആ കേസിൻ്റെ ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. തെളിവെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. ഒരു നിഗമനത്തിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എത്തിയിട്ടില്ല. ഇപ്പോഴും മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മേനെ തന്നെയാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ആൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നാളെ അവൻ ജയിലിൽ നിന്നും എങ്ങാനും എത്ര നാളാണെങ്കിലും ശിക്ഷ കിട്ടി ഒരു ദിവസം അവൻ ഇറങ്ങുകയാണെങ്കിൽ അവനൊരു എന്താ പറയുക, അവന് താമസിക്കാൻ വീട് അവന് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്ന അമ്മ അതിന് വേണ്ടി തന്നെ കൂട്ടു നിൽക്കുകയോ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത്. ഇനിയിപ്പോൾ അമ്മയുടെ ഓർമ്മക്കുറവോ അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ആ സംസാരത്തിലും കാര്യത്തിലൊന്നും ഒരു മറവിയുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പം എന്താണെങ്കിലും അച്ഛനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ തോന്നും. ഒരു വീട് ഇല്ലാതെ അവർ കഷ്ടപ്പെടുന്ന ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. വീട്ടുകാർ കയറ്റുന്നില്ല അങ്ങനെയൊക്കെ ഓർക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇവൻ ചെയ്തിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് എത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എത്രമാത്രം റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് നമ്മുടെ ജനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പം ഈ ന്യൂസ് ചാനൽ ഈ ചെയ്തൊരു പ്രവൃത്തിയോട് എനിക്കും ഒട്ടും ഒരു കംപ്ലീറ്റ് ആയിട്ട് യോജിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്കിതിൽ അവർ പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൽ ഓരോ കമൻസാണ് ആ ന്യൂസ് ചാനലിൻ്റെ ഈ ഒരു പ്രവൃത്തിയുടെ അടിയിൽ വന്നിരിക്കുന്ന കമൻസാണ്. 12 വർഷം കഴിഞ്ഞാൽ കാലൻ ജയിലിൽ നിന്ന് ഇറങ്ങും, പിന്നെ ഈ വീടിന് അവകാശിയായി. വേറൊരു കമൻറ്റാണ്, എത്രയോ ആളുകൾ വീട് എന്ന സ്വപ്നവുമായി വാടകയ്ക്ക് താമസിക്കുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി അതല്ല. മകനും ഭാര്യയും അഹങ്കരിച്ചതിൻ്റെ ഫലം. ഈ ബന്ധുക്കൾ അറിയിച്ചു കാണുമല്ലോ ഭാര്യയും മകനും ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, അന്നേരമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. വീട് നൽകുമ്പോൾ അർഹതയുള്ള ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നൽകുക. അല്ലാതെ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇത്തരം ആളുകളിലേക്ക് നൽകണോ എന്ന് ആലോചിക്കുക. സാർ പറ്റുമെങ്കിൽ അഫാനെ കൂടി ഇറക്കി കൊടുക്കുക. പാവം, അവൻ്റെ ലിസ്റ്റിൽ 2 പേര് കൂടിയുണ്ട്, കഷ്ടം. ഇപ്പോൾ വാപ്പയ്ക്ക് വീട് വെച്ച് കൊടുക്കും, 14 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ കയറി കിടക്കാൻ മോനും. ഇതെന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്. സംഭവം കൊള്ളാം, ബട്ട് അയാളുടെ ഭാര്യയും മകനെ ഇനി സ്വീകരിക്കരുത്. ഇപ്പോൾ തോന്നുന്നു ഇയാളുടെ ഭാര്യയാണ് ഇതിലെല്ലാം കാരണം. എക്സാക്ട്ലി. ജയിലിൽ നിന്ന് വരുമ്പോൾ അവൻ അവകാശിയാകും. മരിച്ചു പോയവർക്ക് എന്ത് നീതി? മാതാപിതാക്കൾക്ക് വീട് കിട്ടാൻ മക്കൾ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അർഹതയുള്ളവരെ സഹായിക്കൂ, അല്ലാതെ പേരെടുക്കാൻ സഹായിക്കല്ലേ. പ്രൊട്ടക്റ്റ് എഗൻസ്റ്റ് എസ്കേറ്റ്. അഫാൻ കൊന്നത് കൊണ്ടല്ലേ വീട് കിട്ടി. പാവം അഫാൻ, ഒരേ ഒരു അവകാശി. നിങ്ങൾ വീട് വെച്ച് നൽകേണ്ട ഈ കൊടും ക്രിമിനലായ അവൻ്റെ വീട്ടുകാർക്കല്ല, വയനാട്ടിൽ പാവങ്ങൾക്ക് കൊടുക്കും. അവൻ്റെ ബാപ്പ പാവപ്പെട്ട മനുഷ്യനാണ്, അയാളെ സഹായിക്കും. അവൻ്റെ ഉമ്മ ഒരിക്കലും ഒരു ദയ അറിയിക്കുന്നില്ല. അവരിപ്പോഴും മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ അവർക്കും പങ്ക് കാണും.
മൂത്ത ക്രിമിനലിനെ രക്ഷിക്കണമെന്ന് ഇവർ ഒരു സ്ത്രീക്ക് തന്നെ അവമാനം. ഒരു കൂര വയ്ക്കാൻ കെട്ടിടപ്പുള്ള കുടുംബം ഉണ്ടാക്കാനും പൊരുവേലിൽ പണിയെടുക്കുന്ന പ്രവാസികൾ പൊട്ടന്മാർ. ഇത് സമൂഹത്തിനോട് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിക്കുന്നു കുറേ പേര്. ഉള്ള വീട് വിറ്റ് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാം. ഇപ്പോൾ ഈ വീട് വിൽക്കാൻ ഉള്ള പണിയുമായി മകനെത്തും. ചിലവർ നല്ലതാണെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. വയനാട് ആർക്കെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. പ്രൊട്ടക്സ്റ്റ് പറയുന്നുണ്ട്. വീടില്ലാത്തവർ മക്കളോട് 2 ആളെ കൊല്ലാൻ പറഞ്ഞാൽ മതിയോ? ദൂരത്ത് കാണിച്ച് കടം ഉണ്ടാക്കിയിട്ട് അർഹതപ്പെട്ട ആളെ സഹായിച്ചുകൂടെ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് നിലവിൽ വീടുണ്ട്, പിന്നെയും വീട് എന്നുള്ള കാര്യം കുറേ പേര് പറഞ്ഞു. കൊന്നവനെ വീടോ, കുറച്ച് കഴിഞ്ഞാൽ അവൻ ആ വീട്ടിലായിരിക്കില്ലേ നമ്മുടെ നാടിൻ്റെ പോക്കോ? ഹി ഓൾറെഡി ഹാസ് എ ഹൗസ് എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അവർക്ക് വീടുണ്ടാക്കാൻ ഇവർ സഹായിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. പറഞ്ഞത് തെറ്റാണെന്ന് അറിയാമെങ്കിലും പറഞ്ഞു പോവുകയാണ്. ഇവരുടെ കാലം കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവകാശി ആരാണ്? അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങും. ഈ അച്ഛനും അമ്മയും അവന് വേണ്ടെന്ന് വെക്കില്ല. അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഈ വീട് 24 തന്നെ ഏറ്റെടുത്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഒരു കാരണവശാലും അവന് കൊടുക്കുന്ന രീതിയിൽ വേണം എന്ന് എഴുതി വെക്കേണ്ടതെന്ന് ഒരാൾ കമൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് നമുക്കിത് നോക്കിക്കണ്ടാൽ കാണാം. അതിലൊരു 80% അല്ലെങ്കിൽ മോർ ദാൻ 80% ഇതിന് എതിരായിട്ട് തന്നെയാണ്. ഇത് റോങ് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നുള്ള കാര്യം തന്നെയാണ് പലരും പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പം വീട് വയ്ക്കുക, കൊടുക്കുക, ഇല്ലാത്ത ആളുകളെ സഹായിക്കുക. ഈ അപ്പാൻ്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. ആ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനൊരു മകനിൽ നിന്ന് കിട്ടിയതിനെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ തോന്നും. പക്ഷേ വെച്ച് കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അത് കൊടുക്കുന്നവർക്കുണ്ട്. പക്ഷേ നമുക്കതിൽ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ വ്യക്തമാക്കിയതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.